ഹലോ ഗേസ്, മേജോ ജോർജ്. നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണി റെഡിയാക്കാം. അപ്പോൾ ചിക്കനുണ്ട്, അരിയുണ്ട്, സവാളയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പട്ടയം കറിയാമ്പുണ്ട്, കശുവണ്ടിയുണ്ട്, മുന്തിരിയുണ്ട്, ബിരിയാണി മസാല മേടിച്ചിട്ടുണ്ട്, നെയ്യുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്. 1 കിലോ അരിയാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ 1 കിലോ അരി നമുക്ക് കഴുകി കുതിർത്തെടുക്കാം. അരി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ ഇരിക്കണം. അപ്പോൾ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ വേവിച്ചെടുക്കുന്നതിന് മുമ്പ് 2-3 സാധനങ്ങളും കൂടി ഇടാനുണ്ട്. ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഇളക്കണം. ഉപ്പൊക്കെ എല്ലായിടത്തും എത്തട്ടെ. ഒരു സ്പൂണ് നെയ്യിട്ട്, ഒരു സ്പൂണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡിങ്ങൊക്കെ കഴിക്കണ ചെറിയ ടൈപ്പ് സ്പൂണ്, അതുകൂടെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ വേവിക്കാൻ വെക്കാം. സ്റ്റൗ കത്തിക്കാം. ബിരിയാണി വേവിക്കാനുള്ള കലം നമുക്ക് അപ്പത്തേക്ക് അങ്ങോട്ട് കയറ്റി വെക്കാം. ഇവിടെ ഇരുന്ന് അങ്ങോട്ട് തിളക്കട്ടെ. മൂടി വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇവിടെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ചെറിയ വെള്ളം കൂടിപ്പോയി. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് തണുപ്പിച്ചിട്ട് വറുക്കാൻ വെച്ച്. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുക്കാനുള്ളതാണ്. പച്ചമുളക് 3 സവാള എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എടുത്തിട്ട് വേണം വറുത്തെടുക്കാൻ. തക്കാളി ഒരു 2 എണ്ണം എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കറിപ്പാത്രത്തിൽ തൈര് എടുത്തിട്ടുണ്ട്. തീ അടപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. സവാള വറുത്തെടുക്കാനായിട്ട് ഒരു ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇതിലിട്ടിട്ട് നമുക്ക് സവാള വറുത്തെടുക്കാം. വറുത്തെടുക്കാനുള്ള സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വറുത്തെടുക്കാം. ബേ ലീഫ്, പട്ട, കറിയാമ്പ്, ഏലക്ക, പിന്നെ സ്റ്റാർ, ഇതും കൂടെ നമുക്ക് അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഏകദേശം ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് മൂടി വെക്കാം. അവിടെ സംഭവം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഇടാൻ കൊള്ളില്ല. അണ്ടിപ്പരിപ്പ് മുന്തിരിട്ട് കൊടുക്കാം, പൊട്ടിത്തെറിക്കും. ഇളക്കി കറി വെക്കാം. നമ്മുടെ ബിരിയാണി പാത്രം കയറ്റാം. ഇതാണ് നമ്മുടെ പഴയ ബിരിയാണി പാത്രം. അപ്പോൾ അതിലേക്കുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒരു 5 മിനിറ്റ് നല്ലോണം ഇട്ടാൽ ഇത് വാടി കിട്ടും. ഇവിടെ കിടന്ന് വാടി വരട്ടെ. പെട്ടെന്ന് വാടി കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും. ഞാനുണ്ടെന്ന് നോക്കാം. പച്ചമുളക് ഇഞ്ചിയൊക്കെ വാടി റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടെ വാടട്ടില്ല. ഒരു 5 മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ. 2-3 പ്രാവശ്യം തുറത്ത് ഇളക്കിയിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് പിന്നെ റെഡിയാക്കി എടുക്കുക. വാടിയിട്ടുണ്ട് അത്യാവശ്യം, എന്നാലും ഒന്നും കൂടെ വാടട്ടെ. അപ്പോൾ ബിരിയാണി മസാലയാണ് എടുത്തേക്കണം, വേറെ മസാലകളൊന്നുമില്ല. ബിരിയാണി മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല നമുക്ക് ഇതിലിട്ടങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം നല്ലോണം മൂപ്പിച്ചെടുക്കാൻ ശ്രമിക്കണം. ഇത്തിരി നെയ്യും കൂടെ ചിക്കൻ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. മസാലയിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണയുടെ കുറവുണ്ട്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കട്ടെ. അത് നമുക്ക് ഒരിത്തിരി തൈരും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊരിത്തിരി ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. മസാലയിലേക്ക് നമുക്ക് കോഴി കഴുകി കുട്ടപ്പനാക്കി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചേക്കാണ്. ഇതിനൊന്ന് കുത്തിമറിച്ചെടുക്കാം. ഇതുപോലെ മസാലയൊക്കെ അങ്ങനെ നല്ലോണം ചുറ്റിക്കുക. ചിക്കൻ അങ്ങോട്ട് പിടിപ്പിക്കുക.
അരി വെന്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്കാട് ഇട്ട് കൊടുക്കാം. കോഴി നമുക്ക് വേകാനായിട്ട് മൂടി വെക്കാം. അവിടെ ഇരുന്ന് വേകട്ടെ. നമുക്കൊന്ന് നോക്കാം. കോഴിയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുക്കാം. ഇത് അടിക്ക് പിടിച്ചാൽ അതും പണിയാവും. ടേസ്റ്റൊക്കെ അങ്ങോട്ട് പോകും. അടിക്ക് പിടിക്കണ മുമ്പ് കറക്റ്റ് ടൈമിലാണ് എത്തിയത്. അതുകൊണ്ട് സാധനം അടിക്ക് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം പണി പാളിയതേ. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് അങ്ങോട്ട് വേകട്ടെ. തീ കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ ഒന്നും കൂടെ മൂടി വെക്കാം. തീ സിമ്മിലിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് അരി ഒരു സെറ്റ് ഇട്ട് കൊടുക്കാം. ഒരു സെറ്റ് അരി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം. ഒരിത്തിരി വറുത്ത സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേളിലേക്ക് ഒരു സെറ്റ് അരിയും കൂടെ അടിക്കാം. അപ്പോൾ ഒരു സെറ്റും കൂടെ അരി നമ്മൾ അതിൻ്റെ മേളിലേക്ക് വെന്ത ചോറ് ഇട്ടിട്ടുണ്ട്. ഒരിത്തിരി സവാള വറുത്തത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മേളിലേക്ക് ഒരിത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മതി. ഇത് നമുക്ക് വേണം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ആവിയേറ്റാം. ഒന്നും കൂടെ മൂടി വെച്ചിട്ട് ഒന്ന് ആവിയേറ്റെടുക്കാം. ഇതിലേക്ക് ഒരിത്തിരി വെള്ളം നിറച്ചൊരു പാത്രം കയറ്റി വെക്കണതല്ലായിരിക്കും. വെയിറ്റിന് വേണ്ടിയാണ്. അപ്പോൾ ഏറൊക്കെ അതിൻ്റെ തന്നെ ഇരുന്നോളും. നമുക്ക് ബിരിയാണി നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊട്ടിക്കാവുന്നില്ല. അപ്പോൾ ബിരിയാണി പൊട്ടിക്കണത് ഇങ്ങനെയുണ്ട്. സൈഡിലേക്ക് കുറച്ച് മാറ്റണം. അതിൽ അടിയിൽ ചോറുണ്ടാവുള്ളൂ, മസാല ചോറ്. അതാണ് നമുക്ക് എടുക്കാനുള്ളത്. അതിൻ്റെ മസാല കിട്ടുള്ളേ. പാത്രം ചോദിച്ചിട്ട് തരണ്ടേ. നമ്മൾ ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുക്കാനറിയാം. അല്ല അപ്പോൾ മസാല ചോറ് എടുക്കണ കണ്ടല്ല. ഇതുപോലെ മസാല ചോറ് എടുക്കാം. മേളിൽ നിന്ന് കുറച്ച് വെള്ളച്ചോറ് എടുക്കാം. നോക്കട്ടെ അപ്പോൾ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഒരു കഷ്ണം ചൂട് ചോറ് മസാല ചോറും കൂടെ കൂട്ടി വേണം കുഴക്കാനായിട്ട്. അപ്പോൾ ഒരിത്തിരി ബിരിയാണി കഴിച്ച് നോക്കാൻ പോണേണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ആയി വരുന്നതാണ്.